നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ വർഷ. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് മലയാള ഭാഷ നിർബന്ധമാകും. ഭാഷാ ബില്ലിൽ ഒപ്പിട്ട് ഗവർണർ. US ടോർപിഡോ ആക്രമണം. ഇറാനിയൻ യുദ്ധക്കപ്പൽ മുങ്ങി 80-ൽ പരം നാവികർ കൊല്ലപ്പെട്ടു. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ICJ നേട്ടം. A ഗ്രേഡുകളോടെ വിദ്യാർത്ഥികൾ. കലോത്സവ വേദികളിൽ റിപ്പോർട്ടിംഗ് പരിശീലനവുമായി ICJ വിദ്യാർത്ഥികൾ. സിപാസിന്റെ തൃത്താല ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വാങ്കഡേലിൽ ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് നിർണായക പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. +2 ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 6 വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. സംസ്ഥാനത്തെ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 പേരുമടക്കം ആകെ 4,18,516 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്ത് മലയാള ഭാഷ നിർബന്ധമാക്കുന്ന ഭാഷാ ബിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിട്ടു. ഇതോടെ നിയമം ഉടൻ പ്രാബല്യത്തിലാകും. 2015-ൽ UDF സർക്കാർ പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ബില്ലുമായി മുന്നോട്ടു പോയത്. ഒക്ടോബറിൽ നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിന് 2025-നാണ് ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ബിൽ പ്രാബല്യത്തിലാകുന്നതോടെ സംസ്ഥാനത്ത് ഭരണഭാഷ മലയാളമാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയുടെ തെക്കൻ തീരത്തിന് സമീപം ഇറാനിയൻ യുദ്ധക്കപ്പലിന് നേരെയുണ്ടായ US ടോർപിഡോ ആക്രമണത്തിൽ 87 ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടു. ഇറാനിയൻ നാവികസേനയുടെ ഐറിസ് ദേന എന്ന മൗഡ്ജ് ക്ലാസ് യുദ്ധക്കപ്പലാണ് ആക്രമണത്തിൽ തകർന്നത്. വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്ന കപ്പലിനെയാണ് ആക്രമിച്ചത്. ശ്രീലങ്കൻ സമയം പുലർച്ചെ 5:08-ന് കപ്പൽ ദുരന്ത സിഗ്നൽ അയച്ചതായി വിദേശകാര്യമന്ത്രി അറിയിച്ചു. 180 പേർ ഉണ്ടായിരുന്ന കപ്പലിൽ നിന്ന് 32 പേരെ രക്ഷപ്പെടുത്തി ഗാലയിലെ കരാപിതിയ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റു നാവികർക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് ശ്രീലങ്കൻ നാവികസേന അറിയിച്ചു. MG യൂണിവേഴ്സിറ്റി കലോത്സവ ഇനയുമായി 2026-ൽ അഭിമാന നേട്ടം കരസ്ഥമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വിദ്യാർത്ഥികൾ. എലക്യൂഷൻ മലയാളം വിഭാഗത്തിൽ വജൻ J സ്റ്റീഫൻ, ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ ഷാരോൺ തോമസ്, പോയട്രി റെസിറ്റേഷൻ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഹൃതിക HR എന്നിവർ A ഗ്രേഡ് കരസ്ഥമാക്കി. മാധ്യമ ശ്രദ്ധ കൊണ്ടും കലോത്സവ പങ്കാളിത്തം കൊണ്ടും ICJ വിദ്യാർത്ഥികൾ ശ്രദ്ധേയരായി. കലോത്സവ വേദികളിൽ വേറിട്ട പഠന പരിചയവുമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ലിജിമോൾ P ജേക്കബിന്റെ നേതൃത്വത്തിൽ അധ്യാപകരുമായി യുവജനോത്സവത്തിന്റെ എല്ലാ വേദികളിലും വിദ്യാർത്ഥികൾ റിപ്പോർട്ടിംഗ് പരിശീലനം നടത്തി. മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെച്ച കലാകാരന്മാരെയും കലാകാരികളെയും നേരിട്ട് കണ്ട് വാർത്തകൾ ശേഖരിച്ചു. സിപാസിന്റെ തൃത്താല ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് ഒരു പുതിയ അധ്യായം തുറന്നുകൊണ്ട് തൃത്താല ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടനം മാർച്ച് 2-ന് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് കോളേജിന്റെ ശിലാഫലകം മന്ത്രി ശ്രീ MP രാജേഷ് അനാച്ഛാദനം ചെയ്തു. സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അടുത്ത അധ്യയന വർഷം മുതൽ ക്ലാസുകൾ തുടങ്ങാൻ കഴിയുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ശ്രീ MP രാജേഷ് പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളി നഴ്സുമാർക്ക് തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നത് മുന്നിൽ കണ്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി സർക്കാർ പുതിയ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിപാസ് ഡയറക്ടർ പ്രൊഫസർ ഹരികൃഷ്ണൻ P സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സിപാസിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡോക്ടർ അബ്ദുൾ വഹാബ്, ഡോക്ടർ ജോജി അലക്സ്, ജോയിന്റ് ഡയറക്ടർ ശ്രീ TP ജയചന്ദ്രൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ TV നിഷ, KP വിപിലേഷ്, നിഷ വിജയകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ S ബിജു, CPM ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ, ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, ഡോക്ടർ V സേതുമാധവൻ, ഡോക്ടർ C ഹരിദാസ്, ഡോക്ടർ K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഹാട്രിക് സെമി പോരിന് ഇന്ത്യയും ഇംഗ്ലണ്ടും. തുടർച്ചയായ 3-ാം തവണയാണ് ഇരു ടീമുകളും ഫൈനലിലേക്കുള്ള വഴിയിൽ കണ്ടുമുട്ടുന്നത്. 2022-ൽ ഇന്ത്യയെ തോൽപ്പിച്ച ഇംഗ്ലീഷുകാർ പാകിസ്ഥാനെ തകർത്ത് ജേതാക്കളായിരുന്നു. 2024-ൽ രോഹിത് ശർമ്മയും സംഘവും പകരം വീട്ടി കപ്പ് ജേതാക്കളായി.
സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ മിന്നിയ സഞ്ജു സാംസണാണ് ഇന്ത്യൻ നിരയിലെ ശ്രദ്ധാകേന്ദ്രം. മറുവശത്ത് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും മികച്ച പ്രകടനമാണ് നടത്തിവരുന്നതും. മുംബൈയിൽ വാഗ്ഡേ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് മലയാള ഭാഷ നിർബന്ധമാകും. ഭാഷാ ബില്ലിൽ ഒപ്പിട്ട് ഗവർണർ. US ടോർപിഡോ ആക്രമണം. ഇറാനിയൻ യുദ്ധക്കപ്പൽ മുങ്ങി 80-ൽ പരം നാവികർ കൊല്ലപ്പെട്ടു. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ICJയുടെ നേട്ടം. A ഗ്രേഡുകളോടെ വിദ്യാർത്ഥികൾ. കലോത്സവ വേദികളിൽ റിപ്പോർട്ടിംഗ് പരിശീലനവുമായി ICJ വിദ്യാർത്ഥികൾ. സിപാസിന്റെ തൃത്താല ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വാങ്ഡേയിൽ ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് നിർണായക പോരാട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.